വാർത്തയിലേക്ക് വീണ്ടും. മേഖലയെ കലുഷിതമാക്കി മൂന്നാം ദിനവും ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. റാസ് തനൂറയിലുള്ള അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണം തകർത്തെന്ന് സൗദി അറേബ്യ അറിയിച്ചു. നതാൻസിൽ ആണവ കേന്ദ്രത്തിന്റെ ആക്രമണം ഉണ്ടായി എന്ന ഒരു വിവരം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും മേഖലയെ ഒന്നാകെ കലുഷിതമാക്കി ഗൾഫ് രാജ്യങ്ങളിൽ മൂന്നാം ദിനവും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. റാസ് തനൂറയിലുള്ള അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണം തകർത്തു എന്നാണ് സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ യുദ്ധമുഖത്തുനിന്നുള്ള വിവരങ്ങൾ നോക്കാം. സരുൺ എ ജോസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സരുൺ, പുതിയ വിവരങ്ങൾ വരുമ്പോൾ അവിടെ ഗൾഫ് മേഖലയെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ ഈ മിലിറ്ററി ബേസ് സ്റ്റേഷൻസ് ഒക്കെ മാറ്റി അല്ലാത്ത മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ എണ്ണ ശുദ്ധീകരണശാലയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ പ്രത്യാക്രമണം വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളെ അലോസരപ്പെടുത്തുന്നതും അവരെ പ്രകോപിപ്പിക്കുന്നതുമാണ്. എന്താണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് വരുന്ന പുതിയ യുദ്ധ വിവരങ്ങൾ? ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം LNG ഉൽപാദനം താൽക്കാലികമായി ഖത്തർ നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ്. വ്യാവസായിക നഗരങ്ങളിലെ ഇറാന്റെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണത്തെ തുടർന്നാണ് ഇപ്പോൾ LNG ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഖത്തർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ഈ ഖത്തറുമായി വലിയൊരു വൻകിട കരാറിൽ ഒപ്പിട്ടിരുന്നു. 35% ഇന്ത്യയുടെ LPG ഇറക്കുമതിയും ഖത്തറിൽ നിന്നാണ്. പ്രതിവർഷം 7.5 ദശലക്ഷം ടൺ CNG ഇന്ത്യ ഖത്തറിൽ നിന്ന് വാങ്ങുന്നുണ്ട്. 20 വർഷത്തെ കരാറിന് 2 വർഷം മുമ്പാണ് ഇന്ത്യ ഖത്തറുമായി ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഖത്തർ ഇപ്പോൾ LNG ഉൽപാദനം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ ഇറാനെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ 4ാമത്തെ സൈനികൻ കൂടി മരിച്ചു എന്നുള്ളതാണ്. ഇന്നലെ 3 പേരുടെ മരണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 4ാമത്തെ സൈനികൻ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലബനനിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം നിരോധിച്ചു എന്നുള്ളതാണ്. ലബനൻ പ്രധാനമന്ത്രി നവാസ് സലാമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലുമായി രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ലബനനിൽ ഉണ്ടായത്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. ലബനന്റെ തെക്കൻ ഭാഗത്താണ് ഹിസ്ബുള്ള കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഹിസ്ബുള്ള. ഷിയ സംഘടന എന്നതിന് അപ്പുറം ലബനനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടന കൂടിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് ലബനൻ പാർലമെന്റിൽ അംഗങ്ങളുണ്ട്. നേരത്തെ ലബനൻ മന്ത്രിസഭയിൽ വരെ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയെ ഇപ്പോൾ നയിക്കുന്നത് നയീം കാസിം എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രധാന ലക്ഷ്യമാണെന്ന് ഇന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിന് ശേഷമാണ് ഈ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷമാണ് ഹിസ്ബുള്ളയെ നിരോധിച്ചതായി ലബനൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നയീം കാസിം പുതിയ ചുമതലയേറ്റത്. അതുവരെ അതിന്റെ ഉപമേധാവിയായിരുന്നു നയീം കാസിമിനെ കൊലപ്പെടുത്തുമെന്ന് ഇന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗോപി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.